ദുബായ് കരാമയിലാണ് ഈ കാഴ്ച. കുറച്ച് മലയാളികൾ താമസിക്കുന്ന വീടിന്റെ ഒരു ഭാഗത്ത് പുറത്ത് അവർ ഇത് ഒരുക്കിയിരിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം നൽകുന്നത് കുറെ കാലങ്ങളായി പുൽക്കൂട് ഒരുക്കുന്ന സജീവനാണ്. സജീവൻ തൃശ്ശൂർ സ്വദേശിയാണ്. സജീവൻ തൂയത്ത് കുറെ കാലങ്ങളായി ഒരുക്കുന്നുണ്ട്. സജീവ്, ഇത് എത്ര കാലത്തെ അധ്വാനമാണ്? ഒരു മാസമായിട്ടുണ്ടാവും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വൈകിട്ട് ഓരോന്ന് തിരിച്ച് ചെയ്യുന്നത്. ഒരു മാസമായിട്ടുണ്ട് ചെയ്യുന്നത്. രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇതിനോടൊരു എന്താ പറയാ, ഒരു ക്രൈസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ ചെയ്യുന്നത് അങ്ങനെ. ചെറുപ്പകാലത്ത് വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്, നാട്ടിലും ചെയ്യാറുണ്ട്. അങ്ങനെ വീടുകൾ പറമ്പിലൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇത്രയും സൗകര്യമുള്ളപ്പോ നമ്മളത് ഉപയോഗിക്കുന്ന അത്രയും ഒരു. ഇതിൽ എന്തൊക്കെയാണുള്ളത്? എന്താണ് ഇതിന്റെ ഒരു തീം പറയാ നമ്മൾ? ഇത് ഉണ്ണീഷ് പറഞ്ഞ ജെറുസലേം കൊട്ടാരം, പിന്നെ ഒരു മലയുണ്ടാക്കിയേക്കണ്. അതിൽ കൂടെ പുൽക്കൂട് ഉണ്ണീഷ് പെറുക്കണത്, അങ്ങനെ ഒരു സങ്കല്പമായിട്ട് ഓരോന്ന് ഉണ്ടാക്കിയേക്കുന്നത്. എന്തുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത് ഫുള്ള് കാർഡ്ബോർഡ് വെട്ടിട്ട് നമ്മള് സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതാണ്. ഫുള്ള് ഈ കൊട്ടാരം ഫുള്ള് അതാണ്. പിന്നെ ഇത് നമ്മള് തുണിയില് വൈറ്റ് സിമെന്റ് മുക്കിയിട്ട് പാറ ഉണ്ടാക്കിയാണ്. ഇത് പിന്നെ ഇതും കാർഡ്ബോർഡ്, ഉണ്ണീഷയുടെ പുൽക്കൂടും കാർഡ്ബോർഡാണ്. പുല്ല് വരച്ചാണ് കാർഡ്ബോർഡ് വെട്ടി നമ്മളെല്ലാം പെയിന്റ് അടിച്ച് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. പുൽക്കൂടിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന സജീവന് പൂർണ്ണ പിന്തുണയുമായി സജീവന്റെ കൂട്ടുകാരും ഉണ്ട്. ഷിബു, പ്രേമരാജ്, പ്രഭു, 3 പേരും കേരളത്തിൽ നിന്ന് പല നാടുകളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകളാണ്. സജീവന്റെ എപ്പോഴാണ് സജീവൻ ഇതൊക്കെ ചെയ്യുന്നത്? സജീവൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. സജീവൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് ഇത്രയും സമയം കണ്ടെത്തി ഇത് ചെയ്യുക എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം. സജീവൻ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നു. വീട്ടുകാരെ കുറിച്ച്? വീട്ടില് അമ്മ ഉണ്ട്, വൈഫുണ്ട്, 3 പിള്ളേരുണ്ട്. അവര് നാട്ടില്. എത്ര വർഷമായി ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ദുബായിൽ വന്നിട്ട് 2002 വന്നു. ചെറിയ റൂമിലായാലും വലിയ റൂമിലായാലും ഇതുവരെ പുൽക്കൂട് ഉണ്ടാക്കൽ മുടങ്ങിയിട്ടില്ല. ഇങ്ങനെയാണ് പ്രവാസികളിൽ പലരും ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത്. ദുബായിലെ കരാമയിൽ നിന്നും സജീവനും മുഷീർ കൊടിയിലുമൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.